തിരുവനന്തപുരത്ത് വീട്ടിലെ പ്രസവത്തിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യുപങ്ക്ചർ ചികിത്സകന് നേരെ കൊലവിളിച്ച് പ്രതി. മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസാണ് ചികിത്സകന് നേരെ കൊലവിളി നടത്തിയത്. ഷിഹാബുദ്ദീനെ നേമം സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് ഭീഷണി. രശ്മി കാർത്തികയോട് വിശദാംശങ്ങളുമായി. രശ്മി, വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ നേമം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. ഷിഹാബുദ്ദീനെ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് എറണാകുളത്ത് വെച്ച് നേമം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അന്ന് ഈ ഷമീറയും കുഞ്ഞും മരിച്ചതിന് ശേഷം മരിച്ച ഉടനെ തന്നെ ഇയാൾ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് കൊച്ചിയിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൊച്ചിയിലേക്ക് എത്തുകയും ഇന്ന് രാവിലെ 2 മണിയോടുകൂടി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. നേമം പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. അതിന് വൈദ്യ പരിശോധനയ്ക്കായി പുറത്തിറക്കിയ സമയത്താണ് നയാസിനെ അവിടേക്ക് കൊണ്ടുവന്നത്. നയാസിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പക്ഷേ ഈ കസ്റ്റഡിയിലേക്ക് കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിരുന്നു. ഇരുവരും ഒരുമിച്ച് കണ്ട വേളയിലാണ് ഇത്തരത്തിൽ ഷിഹാബുദ്ദീന് നേരെ ആക്രോശിച്ചുകൊണ്ട് നയാസ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ കൊല്ലുമെട എന്ന് വിളിച്ചുകൊണ്ടാണ് ആക്രോശിക്കുന്ന, കൊലവിളി മുഴക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇയാളെ നയാസിനെ അവിടെ നിന്നും പിടിച്ചു മാറ്റിയത്. അതിനുശേഷം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ഷിഹാബുദ്ദീനെ കൊണ്ടുപോയിട്ടുണ്ട്. ഷിഹാബുദ്ദീന്റെ അക്യുപഞ്ചർ ചികിത്സ ഇതുവഴിയാണ്. ഈ അക്യുപഞ്ചർ ചികിത്സ ഷമീറയ്ക്ക് നൽകിയത് ഷിഹാബുദ്ദീനാണ്. ഇയാൾ നിർബന്ധിച്ചത് കൊണ്ടാണ് വീട്ടിൽ പ്രസവത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് എന്നുള്ളതാണ് നയാസ് പോലീസിനോട് പറഞ്ഞ കാര്യം. ഏതായാലും ഇനി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. മാത്രമല്ല, ഈ അക്യുപഞ്ചർ ചികിത്സ ഇയാൾ വ്യാജമായിട്ടാണ് ഷിഹാബുദ്ദീൻ നടത്തുന്നത് എന്നുള്ളത് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്ന കാര്യമാണ്. പ്രമേഹത്തിനുൾപ്പെടെയുള്ള ചികിത്സ ഇയാൾ ഇത്തരത്തിൽ നൽകി, അത് അസുഖം ഭേദമായി എന്ന തരത്തിൽ വ്യാജമായ വാർത്തകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചിരുന്നു. ഇതിന് പരാതിയും ഇതിലുള്ള റിപ്പോർട്ടും നൽകിയിരുന്നതാണ് സർക്കാരിന്. പക്ഷേ ആരോഗ്യവകുപ്പ് പോലീസ് ഒന്നും തന്നെ കൃത്യമായ ഇടപെടലോ പരിശോധനയോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ നടത്തിയിരുന്നില്ല. വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചാണ് ഷിഹാബുദ്ദീൻ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഷിഹാബുദ്ദീന്റെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അതിര ശരി. തിരുവനന്തപുരത്ത് വീട്ടിലെ പ്രസവത്തിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിലാണ് അക്യുപങ്ക്ചർ ചികിത്സകന് നേരെ കൊലവിളിച്ച് പ്രതി രംഗത്തെത്തിയിരിക്കുന്നത്. മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസാണ് ചികിത്സകന് നേരെ കൊലവിളി നടത്തിയത്. ഷിഹാബുദ്ദീനെ നേമം സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴായിരുന്നു ഭീഷണി. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.